അവിടെ കാളിദാസ് അദ്ദേഹം അവിടെ ആ പ്രദേശത്തിന് 25 കിലോമീറ്റർ അടുത്ത് അകലെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാളിദാസ്, താങ്കൾ കേൾക്കാമോ? കാളിദാസ് കേൾക്കാം. എവിടെയാണ് ഇപ്പോൾ ഉള്ളത്? എവിടെയാണ്? എവിടെയാണ് ഉള്ളത് ഇപ്പോൾ? എവിടെയാണ് കാളിദാസ്? കാളിദാസ് ഹോട്ടലിലാണോ? കേൾക്കാമോ? ഞാൻ ചോദിക്കുന്നത് ബിജുവേര പറഞ്ഞ സ്ഥലത്താണ് ഈ സംഭവം നടന്നതിന്റെ ഒരു 28-30 കിലോമീറ്റർ അപ്പുറത്ത് ബിജുവേര സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. നിങ്ങൾ എത്ര പേരാ ഉള്ളത്? ഞങ്ങളിവിടെ 2 മലയാളീസാണ് ഉള്ളത്. 2 മലയാളീസ്. ഇത് എന്തിന് ആ പ്രദേശം കാണാൻ വേണ്ടി, കശ്മീർ കാണാൻ പോയതാണോ? അല്ല, ഞങ്ങളിവിടെ വർക്ക് ചെയ്യാണ്. ഇവിടെ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ഞങ്ങൾ ജിഫാൻ പറഞ്ഞ സ്റ്റോറിൽ വർക്ക് ചെയ്യാണ് ഞങ്ങൾ. ശരി, നിങ്ങൾക്ക് എന്താ മനസ്സിലായി? സംഭവത്തെ കുറിച്ച് എന്താ നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത്? സംഭവത്തിന് ഞങ്ങൾ ഇന്നലൊരു ഫുഡ് കഴിക്കാനൊക്കെ ഒരു ടൈം ഇറങ്ങുമ്പോഴാണ് ഈ സംഭവം ഞങ്ങൾക്ക് JK പോലീസ് പറഞ്ഞു, ഇങ്ങനെ സംഭവം നടന്നിട്ടുണ്ട്, എല്ലാവരും ഒന്ന് കെയർ ചെയ്തിരിക്കണം. ഞങ്ങൾക്ക് ആർമിന്റെ സ്റ്റോറിൽ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലേ ആർമി പോലീസും വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്പോട്ട് ടൈമില്. അതിന് ശേഷം നമ്മളങ്ങനെ കമ്പനിയിൽ നമ്മളെ എത്ര കെയർ ചെയ്തിട്ട് നിന്നേത്. പക്ഷെ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്ന് ഇപ്പോഴും ഒരു ഐഡിയ ഇല്ല. പുറത്തേക്ക് ഇറങ്ങാനൊക്കെ ആകെ പേടിച്ചിട്ട് ഇരിക്കേണ്ട ഒരു അവസ്ഥ ഇപ്പോ. ഈ സാധാരണ ശാന്തമായി ഒരു സാഹചര്യത്തിലായിരുന്നല്ലേ ഇത്ര നാള് ശാന്തമായ സാഹചര്യമായിരുന്നു. പക്ഷെ നമ്മളത്തെ എപ്പോഴും ആർമിയെ വന്ന് പറയാറുണ്ട്, എപ്പോഴും ഒന്ന് കെയർ ചെയ്തിരിക്കണം, അത്ര നല്ല സേഫ് അല്ല ഇവിടെ എന്ന് ഞങ്ങൾക്ക് വന്ന് പറയാറുണ്ട്. പ്രത്യേകിച്ച് ഹിന്ദു എന്ന ലെവലിൽ എല്ലാവരും വന്ന് ഞങ്ങൾക്ക് പറയാറുണ്ട്. എത്ര നാളായി അവിടെ എത്തിയിട്ട്? ഞാനിവിടെ വന്നിട്ട് 1.5 മാസമായി. 1.5 മാസമായിട്ട് അവിടെ ഉണ്ടല്ലേ? എന്തായിരുന്നു അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ? എന്താണ് ഈ പൊതുവെ കാര്യങ്ങളൊക്കെ ശാന്തമാണ്, സുരക്ഷിതമാണ് എന്നാണല്ലോ കഴിഞ്ഞ കുറെ നാളുകളായി? മറ്റ് പ്രശ്നങ്ങളൊന്നും അങ്ങനെ കേട്ടുകേൾവിയില്ല, അതുകൊണ്ട് ചോദിച്ചാണ്. ഞങ്ങൾ വന്നിട്ട് ഇതുവരെ നമുക്ക് കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എല്ലാവരും നല്ല രീതിക്ക് പോയത്. പെട്ടെന്നാണ് ഇപ്പൊ അത് സംഭവം ഉണ്ടായത്. എന്നിട്ട് ഇപ്പോ ഇവിടെ കുഴപ്പം നമുക്കല്ല, ഇതുവരെ ഈ കാശ്മീർ എന്ന സ്ഥലത്ത് 2019 ശേഷം കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ പറ്റിയത്. ഈ പ്രദേശത്ത് പോയിട്ടുണ്ടോ കാളിദാസ്? ഈ സ്ഥലത്ത് പോയിട്ടുണ്ടോ? ഈ പറഞ്ഞ സ്ഥലത്ത് പോയിട്ടുണ്ടോ? ഞാൻ കഴിഞ്ഞ ആഴ്ച അവിടേക്ക് പോയി. ഞാൻ കഴിഞ്ഞ ആഴ്ച ലീവ് കിട്ടപ്പോൾ ഞങ്ങൾ സ്ഥലം വിസിറ്റ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായിരുന്നു അവിടുത്തെ സാഹചര്യം? ഈ സുരക്ഷിതത്വം ഒക്കെ ഉള്ള ഒരു പ്രദേശമാണോ? അവിടെ ഓക്കെ ആണെന്ന് വെച്ചാൽ നല്ല ആർമി എല്ലാരും അവിടെ എപ്പോഴും 24 hour ആ സ്പോട്ടിൽ ഉണ്ടാവും. ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് എല്ലാരും അവിടെ ഉണ്ടാവും. JK പോലീസ് ആയാലും ആർമി ആയാലും എല്ലാ സ്ഥലത്തും നല്ല ചെക്കിങ്ങും 24 hour ഉണ്ടാവും. ഒരുപാട് വിനോദസഞ്ചാരികളൊക്കെ വരുന്നൊരു പ്രദേശം കൂടിയാണല്ലേ? അതെ, അത് ടൂറിസ്റ്റുകൾ കൂടുതൽ വരുന്ന ഒരു പ്രദേശമാണ്. ശരി 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 കാളിദാസ്, എന്തായാലും സുരക്ഷിതമായി ഇരിക്കുക. മറ്റു പ്രശ്നങ്ങളൊന്നും നമുക്ക് പുറത്തു നിന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കാരണം ആ പ്രദേശത്തെ സുരക്ഷാ സംവിധാനങ്ങൾ കൂട്ടി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ നിൽക്കുന്ന പ്രദേശമൊക്കെ സുരക്ഷിതമാണ്. വേറെ പ്രശ്നങ്ങളൊന്നും, മറ്റു മേഖലകളിലൊന്നും മറ്റ് ആക്രമണങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സയ്യിദ്, ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ആക്രമണം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും അവിടെ ഉള്ള ആളുകൾക്കും ഒരു ഭീതി ഉണ്ടാകും. അത് അങ്ങനെ തന്നെയാണ്. കാരണം എന്താണ് സംഭവിക്കുക എന്നുള്ള കാര്യത്തിലൊക്കെ അങ്ങനെ ഒരുപാട് പശ്ചാത്തലം നേരത്തെ ഉണ്ടായിരുന്ന ഒരു സ്ഥലം കൂടിയാണ്. കഴിഞ്ഞ ഒരു ദശാബ്ദമായി പ്രശ്നങ്ങളില്ല എങ്കിൽ പോലും കശ്മീർ പൂർണ്ണമായും ഇപ്പോൾ നിയന്ത്രണത്തിലാണോ സൈന്യത്തിന്റെ? എന്താണ് സുരക്ഷയുമായി ബന്ധപ്പെട്ട മറ്റ് ക്രമീകരണങ്ങൾ പുതുതായി ഒരുക്കിയിരിക്കുന്നത്? സയ്യിദ്, സയ്യിദ് കേൾക്കാമോ? രഞ്ജിത്ത്, ചോദ്യം. അതായത് കശ്മീർ പൂർണ്ണമായും സുരക്ഷാ വലയത്തിലാണോ? ഇപ്പോഴത്തെ പുതിയ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ എന്ത് പുതിയ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്? പൂർണ്ണമായും സുരക്ഷാ വലയത്തിലാണ് രഞ്ജിത്ത്. ഇന്നലെ തന്നെ ഈ സംഭവം നടന്നതിന് പിന്നാലെ തന്നെ CRPFന്റെ പൂർണ്ണ നിയന്ത്രണത്തിലേക്കാണ് അവിടെ എത്തിയത്. കാരണം വിനോദസഞ്ചാരികളാൽ നിറഞ്ഞ ഒരു പ്രദേശമായിരുന്നു. അവിടെ നിന്ന് പൂർണ്ണമായും എല്ലാവരെയും അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. കാരണം നിരവധി ടൂറിസ്റ്റ് ഏജന്റുമാർ വഴി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിദേശികളുമടക്കം നിരവധി ആളുകളുണ്ട്. അവരെ ആദ്യം അവിടെ നിന്ന് മാറ്റുകയാണ് ചെയ്തത്. പിന്നീടാണ് സുരക്ഷാ സേന പൂർണ്ണമായും നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നത്.
യഥാർത്ഥത്തിൽ ഈ പഹൽഹാമിൽ ഈ അക്രമം വെടിവെപ്പ് നടന്ന ഇടത്തേക്ക് ഇപ്പോൾ ജനങ്ങൾക്കാർക്കും പ്രവേശനമില്ല. അവിടെ സുരക്ഷാ സേനയാണ് പൂർണ്ണമായിട്ടും. അവിടെ മാധ്യമപ്രവർത്തകർക്ക് പോലും അവിടേക്ക് പ്രവേശനമില്ലാത്ത സാഹചര്യമാണ്. ആ തരത്തിലുള്ള കനത്ത സുരക്ഷ ഏർപ്പെടുത്തിക്കൊണ്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല, ഇന്നലെ നമുക്ക് ലഭ്യമായ വിവരം ഈ അക്രമത്തിൽ മരണപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ പോലും എടുത്തു മാറ്റുമ്പോൾ വലിയ പരിശോധന നടത്തിയാണ് മാറ്റിയത്. കാരണം ഈ ഭീകരർ ഈ മൃതദേഹങ്ങളിൽ പോലും സ്ഫോടക വസ്തുക്കൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. അതുകൊണ്ട് മെറ്റൽ ഡിറ്റക്ടർ വഴി ആ തരത്തിലുള്ള പരിശോധനകൾ നടത്തി അതീവ ജാഗ്രതയോടെയാണ് കൈകാര്യം ചെയ്യുന്നത്. ഒപ്പം തന്നെ നഗരത്തിൻ്റെ എല്ലാ മേഖലയിലും അരിച്ചു പെറുക്കിയുള്ള വലിയ പരിശോധനയാണ് നടക്കുന്നത്. ഈ ആക്രമണം നടന്ന ഈ പഹൽഗാം അടക്കമുള്ള മേഖലകളിൽ വലിയ ഉന്നത തരത്തിലുള്ള ഹോട്ടലുകൾ, വലിയ ഹോട്ടലുകളൊന്നുമില്ല. ചെറിയ പ്രാദേശികമായ ലോഡ്ജുകളും ചില 1-2 ഹോട്ടലുകളുമാണുള്ളത്. ഈ ഹോട്ടലുകളിലടക്കം എത്തി വലിയ പരിശോധനകൾ നടന്നിട്ടുണ്ട്. കാരണം എവിടെയാണ് ഭീകരർ ഒളിച്ചിരിക്കുന്നത് എന്ന് സംബന്ധിച്ച പരിശോധന ശക്തമായി നടക്കുന്നുണ്ട്. കാരണം ഈ മിലിറ്ററി വേഷത്തിലാണ്, പട്ടാൾക്കാരുടെ വേഷത്തിലാണ് ഇവർ അവിടെ എത്തിയത് എന്നതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സംശയം മുൻനിർത്തിയാണ് പരിശോധന നടക്കുന്നത്. ഒപ്പം നഗരത്തിൻ്റെ എല്ലാ മേഖലയിലും അത്തരത്തിലുള്ള പരിശോധന നടന്നു. ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്നലെ രാത്രി തന്നെ അവിടേക്ക് എത്തിച്ചേർന്നതാണ്. അതുകൊണ്ട് പഴുതടച്ചുകൊണ്ടുള്ള സുരക്ഷ ഒരുക്കിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ആ തരത്തിലുള്ള ഒരു ജാഗ്രത പൊതുവിൽ നടത്തുകയും ചെയ്യുന്നുണ്ട്. ഇന്നലെ നമ്മൾ കണ്ടതാണ് ദൃശ്യങ്ങൾ. അവിടുത്തെ പള്ളികളിലും മറ്റും വിളിച്ചു പറയുന്നുണ്ട്, ഈ കലാപകാരികളെ അടിച്ചമർത്തണം, അവർക്കെതിരായ നീക്കങ്ങൾ ഉണ്ടാവണമെന്ന പ്രാദേശികമായ ആഹ്വാനം പോലും അവിടെ സംഭവിക്കുന്നുണ്ട്. അങ്ങനെ സുരക്ഷാ സേനയ്ക്കൊപ്പം അവിടുത്തെ പ്രദേശവാസികളും ഒന്നിച്ചു ചേർന്നുകൊണ്ട് ഈ ആക്രമണം നടത്തിയ ഭീകരവാദികൾക്കെതിരെ കടുത്ത നിലപാടെടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. സുരക്ഷ അതിശക്തമായി തന്നെ അവിടെ തുടരുകയാണ്. ഒപ്പം തന്നെയാണ് ആക്രമണം നടത്തിയ ശേഷം ഓടി ഒളിച്ച ഭീകരർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുന്നത്. അക്രമസംഭവം നടന്ന സ്ഥലങ്ങളിൽ തെരച്ചിൽ തുടരുകയാണ്. ആ പഹൽഗാം താഴ്വരയിൽ ഈ ഭീകരർ കുന്നിൻ ചെരുവുകളിലും മറ്റും, അവിടെ കുന്നൊക്കെയുള്ള ഒരുപാടുള്ള പ്രദേശമാണ്, ഇവർ ഒളിച്ചിരിക്കാനുള്ള സാഹചര്യമുണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ കാണുന്നത് ചോപ്പറുകളടക്കം ഉപയോഗിച്ചുള്ള പരിശോധന ആ മേഖലയിൽ വ്യാപകമായി തുടരുന്നുണ്ട്. പൂർണ്ണമായും സൈന്യത്തിൻ്റെ നിയന്ത്രണത്തിലാണ് ഇവർ ഈ പ്രദേശമുള്ളത് എന്നുള്ളതാണ്. കാരണം വളരെ അപ്രതീക്ഷിതമായ ഒരാക്രമണമായിരുന്നു. ദീർഘകാലമായി നമ്മുടെ മാധ്യമപ്രവർത്തകരായ നിരവധി പേരടക്കം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ ഭാഗത്ത് പോവുകയും ഈ പ്രദേശത്തിൻ്റെ സൗന്ദര്യം ആസ്വദിക്കുകയും മറ്റും ചെയ്തവരാണ്. ഏറെ സന്തോഷത്തോടുകൂടി, ഏറെ സമാധാനത്തോടുകൂടി ആ പ്രദേശങ്ങളിൽ ചിലവഴിച്ച ഒരുപാട് മലയാളികളുണ്ട്. അവരൊക്കെ ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൂടി പങ്കുവെക്കുന്നത് കൂടി നമ്മൾ ചേർത്ത് വെക്കണം. കാരണം അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഒരു തരത്തിലും ആക്രമണം പ്രതീക്ഷിക്കുക പോലും ചെയ്യാതിരുന്ന ഒരു സ്ഥലത്ത് വളരെ കൃത്യമായി തന്നെ ആ പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകത കണക്കിലെടുത്ത് അധികം സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധ അങ്ങോട്ടേക്ക് എത്തില്ല എന്നുള്ളത് വളരെ കൃത്യമായി തന്നെ മനസ്സിലാക്കി ആസൂത്രിതമായി നടത്തിയ ഒരാക്രമണമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇത്തരത്തിൽ വിനോദസഞ്ചാരികൾ ജിഞ്ചു ജോസഫ്, ശ്രീ ജിഞ്ചു ജോസഫ്, താങ്കൾ ടെലിഫോൺ ലൈനിലുണ്ടോ? ജിഞ്ചു ജോസഫ് ഉണ്ട്. എന്താണ് താങ്കൾ ഇപ്പോൾ കാശ്മീരിൽ എവിടെയാണ് സർ? ഞങ്ങളിപ്പോ കാശ്മീരിലെ ശ്രീനഗറിലാണ്. എന്താണ് താങ്കൾക്ക് മനസ്സിലായിട്ടുള്ള സാഹചര്യം? എത്ര ദിവസമായി അവിടെ എത്തിയിട്ട്? ഞങ്ങൾ മിനിഞ്ഞാന്ന് രാത്രിയാണ് ശ്രീനഗറിൽ എത്തിയത്. ഇന്നലെ രാവിലെ പഹൽഗാമിലേക്ക് പോയി. ഒരു 12 മണിയോടെ ഞങ്ങൾ പഹൽഗാമിൽ എത്തുന്നത്. പഹൽഗാമിലെത്തി ഞങ്ങൾ ഈ ബൈസൺവാരിയിലേക്കുള്ള കുതിരപ്പുറത്തുള്ള സവാരിക്ക് വേണ്ടി തയ്യാറെടുക്കുമായിരുന്നു. പക്ഷെ അപ്പോൾ അവർ പറഞ്ഞു 3 മണിക്കൂർ എടുക്കും പോയി തിരിച്ചു വരുമ്പോൾ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ 12:30 കയറാതെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി. ഭക്ഷണം കഴിച്ച് തിരിച്ച് 2 മണിക്ക് വന്നപ്പോഴാണ് ഈ അപകടത്തെ കുറിച്ച് ഈ വലിയ തോതിലല്ല അറിയുന്നത്. ചെറിയ തോതിൽ അവിടെ വെടിവെപ്പ് നടന്നു എന്ന രീതിയിൽ അറിയിപ്പ് കിട്ടിയത്. അതുകൊണ്ട് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ 12:30 അവിടെ എത്തുന്ന സമയത്ത് ധാരാളം ആളുകൾ അങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നു. ധാരാളം ആളുകൾ തിരിച്ചു വരുന്നുണ്ടായിരുന്നു കുതിരപ്പുറത്ത്. അപ്പൊ എനിക്ക് തോന്നുന്നു ആ സമയത്ത് 12 വരെ കുഴപ്പമുണ്ടായിട്ടില്ല. പക്ഷെ 2 മണിക്കുള്ളിൽ 2 മണിക്ക് ശേഷം ആ സമയത്താണ് വെടിവെപ്പ് ഉണ്ടായത്. പക്ഷെ ഞങ്ങൾ ഒരുപക്ഷെ 12:30 അവിടെ പോയിരുന്നെങ്കിൽ ഞങ്ങളും അവിടെ പെട്ടേനെ. ശരി. ഭക്ഷണം കഴിക്കാൻ തിരിച്ചു വന്നുകൊണ്ട് മാത്രം അതൊരു വലിയ ആശ്വാസമാണ്. അതെ. ഞങ്ങൾ 27 പേരുള്ള സംഘമാണ്. 27 പേരുള്ളത്. 27 പേരല്ലേ?